Hello, good evening, everyone. Okay, fine. Yeah. So today we'll be having a discussion on Calicut University based ആയിട്ടുള്ള questions ആണ് we'll be having in today's class. Okay. സോ നമ്മൾ അതിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് വിൽ ബി ഡീലിംഗ്. അപ്പൊ നമുക്ക് ആ ഒരു എക്സാമിന്റെ ആ ഒരു പാറ്റേണും എങ്ങനെയാ ചോദിക്കുന്നതെന്നും ഒക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഫസ്റ്റ് ഫെമിലറൈസ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നമുക്ക് നോർമലി നിങ്ങളിപ്പോ എക്സാം എഴുതിയിട്ടുണ്ടാവും, അപ്പം യു മൈറ്റ് ഹാവ് നോൺ ദി പാറ്റേൺ അല്ലേ. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും ആസ് യൂഷ്വൽ വിൽ ഹാവ് ഓപ്ഷൻസ്. അപ്പൊ ആദ്യം നമ്മൾ റൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഓക്കെ. അപ്പൊ സിമിലർലി തന്നെയാണ് ഇതിപ്പോ നമുക്ക് കാലിക്കറ്റ് ബേസ്ഡ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം ഡീൽ ചെയ്യുന്നത്. സോ നമ്മൾ മറ്റ് കുറച്ചും കൂടി ഈസിയർ ആണ്, കുറച്ചും ഡയറക്റ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിനകത്ത് വരിക. സോ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനായിട്ട് ആൻസേഴ്സ് അങ്ങനെ പറയില്ല, നമുക്ക് വിൽ ഹാവ് എ ഡിസ്കഷൻ പ്രോപ്പർലി. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കണക്കുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് അത് പറയാം. ആൻഡ് ദെൻ വിൽ ഡിസ്കസ് വൺ ബൈ വൺ. ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആസ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ദറ്റ് ഇസ് ബട്ട് ബ്രഷ് ദിസ് ഡസ്റ്റ് ഓഫ് മീ ലെസ് ഹൊറർ ഇറ്റ് ബ്രിങ്സ് ഐ നോ ഇറ്റ് നെക്സ്റ്റ് മൊമെന്റ് ഐ ഡാൻസ് അറ്റ് ദ കിങ്സ്. ഇതൊരു പോയത്തിലെ ലൈൻസ് ആണ്. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് പോയത്തിലെ ലൈൻസ് ആണ് നിങ്ങൾക്ക് അറിയാമെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോർമലി എല്ലാ പോയംസും നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കാറില്ല, പക്ഷെ ചില പെർട്ടിക്കുലർ പോയംസ് എപ്പോഴും വെൽ നോൺ ആയിട്ടുണ്ടാകും. അപ്പൊ അതിൽ ഓഫ് കോട്ടഡ് ലൈൻസ് നോർമലി നമ്മൾക്ക് അറിയാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുടെ ഒരു നോളജ് എന്ന് പറയുന്നത്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. സോ അങ്ങനെ ബേസ് ചെയ്തുള്ള വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ്. ആൻഡ് അതിലെ ലൈൻസ് ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. ബട്ട് ബ്രഷ് ദിസ് ഡസ്റ്റ് ഓഫ് മീ ലെഹോർ ഇറ്റ് ബ്രിങ്സ് ഐ നോ ഇറ്റ് നെക്സ്റ്റ് മൊമെന്റ് ഐ ഡാൻസ് അറ്റ് ദ കിങ്സ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ ആരെഴുതിയിട്ടുള്ള പോയമാണെന്നോ അല്ലെങ്കിൽ ഏത് പോയമാണെന്നോ? ഡു ഹാവ് എനി ഐഡിയ? എനി ഐഡിയ? യു ക്യാൻ ടോക്ക്. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഹലോ, ആൻസർ മെസ്സേജിൽ ലീവ് ചെയ്താലും മതിയാകും ആൻസർ. അറിയത്തില്ലെങ്കിൽ ഇല്ലാന്നെങ്കിലും പറഞ്ഞു. നമുക്കതൊരു ജസ്റ്റ് ഞാൻ മാത്രം പറയുന്നല്ലോ. അപ്പൊ നമുക്ക് എക്സാം എഴുതണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ആൻസർ നിങ്ങൾക്ക് അത് പറയാം. യു ഡോണ്ട് നോ ഓൾസോ, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് ഡസൻ മാറ്റർ. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, ഫൈൻ. യാ, നിങ്ങൾക്ക് അറിയില്ല, ഫൈൻ. സോ നമുക്ക് ഇതിന്റെ ആൻസർ ഇറ്റ് കംസ് അണ്ടർ ദിസ് പോയം ദ ലബോറട്ടറി. ദ ലബോറട്ടറി എന്ന് പറയുന്ന ഒരു പോയത്തിനകത്തുള്ളതാണ്. സോ ലബോറട്ടറി എന്ന് പറയുന്ന പോയം ദറ്റ് വാസ് റിട്ടൺ ബൈ റോബർട്ട് ബ്രൗണിങ് എഴുതിയിട്ടുള്ള ഒരു പോം ആണ് ദസ് വൺ ദ ലബോറട്ടറി. അപ്പൊ നമുക്ക് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടാകും. നമ്മുടെ റോബർട്ട് ബ്രൗണിങ് ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ളത് ദറ്റ് ഇസ് ഫോർ ഹിസ് ഡ്രമാറ്റിക് മോണോലോഗ്സിലാണ്. റോബർട്ട് ബ്രൗണിങ് ഏറ്റവും ഇത്രയും നമ്മുടെ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്ന ഒരു ജോൺഡർ തന്നെ ഇത്രയും അധികം ഡെവലപ്ഡ് ആയിട്ടും ആൻഡ് അതിനെ തന്നെ ഒരു പൈനിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ ആരെന്ന് പറയാ, റോബർട്ട് ബ്രൗണിങ്. അപ്പം അദ്ദേഹത്തിന്റെ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിക് മോണോലോഗ് ആണ് ദ ലബോറട്ടറി എന്ന് പറയുന്നത്. ആൻഡ് അതിൽ നിന്നും എടുത്ത ലൈൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇവിടെ ശരിക്കും ഇതിനകത്തൊരു തീം എന്ന് പറയുമ്പോൾ വി ഹാവ് എ വിമൻ. ഓക്കെ. സോ നമുക്കൊരു വിമൻ ഉണ്ടാകും. സോ അതിനകത്ത് ആ ഒരു വിമണിന് ഒരു റൈവൽ ഉണ്ട്. അപ്പം അവർക്ക് ആ ലബോറട്ടറിയിൽ വെച്ചിട്ട് ഷീസ് പ്രിപ്പയറിങ് എ പോയിസൺ. അപ്പം തന്റെ റൈവലിന് അഗേൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന പോയിസൺ കൊടുക്കുകയും അങ്ങനെയുള്ള ഒരു വെഞ്ച്ഫുൾ കൈൻഡ് ഓഫ് തീമിനകത്ത് വരുന്ന ഒരു പോയമാണ് ദ ലബോറട്ടറി എന്ന് പറയാം. ഓക്കെ, ദാറ്റ്സ് ദ വൺ. ഈ നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് അറിയാമോ നോക്കാം. ഓക്കെ, വൺ സെക്കൻഡ്, ലെറ്റ് മീ എറേസ് ദിസ്. Okay, fine. Let's move to the next question. അറിയാമോ നോക്കണേ. Have to complete the line. Mosquito, I heard a woman call you the dash and sluggish Venice. ഇത് DH ലോറൻസിന്റെ ഒരു പോയത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, DH ലോറൻസിന്റെ ഒരു പോയത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഇപ്പം അറിയില്ല എന്ന് പറഞ്ഞ് ഷട്ട് ഓഫ് ആവേണ്ട കാര്യമൊന്നും ഇല്ല. ലെറ്റ്സ് സീ, നമുക്ക് ബാക്കിയുള്ള കുറെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിനകത്ത്. ഇതൊരു ഐഡിയ ഉണ്ടോ എവിടെന്നെങ്കിലും? Mosquito, I heard a woman call you the and sluggish Venice. അറിയത്തില്ല? ഇനി ഐഡിയ?
ആൻസർ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. ഇപ്പം DS ലോറൻസിന്റെ ഒരു പോയം ഉണ്ട്, ഒരു മോസ്കിറ്റോ എന്ന് പറയുന്ന പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ ഒരു മോസ്കിറ്റോനെ സെറ്റാറിക്കലി എക്സാജറേറ്റ് ചെയ്യുന്ന ഒരു ഇതുള്ളതാണ്. ഓക്കെ, ആൻസർ ഇസ് വിങ്ഡ് വിക്ടറി. കുഴപ്പമില്ല. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. You have to identify the figure of speech. And I listened like a stone unshaken. ഇതിനകത്തുള്ള means figure of speech. It's a very easy one. Identify the figure of speech used in the line and listened like a stone unshaken. Metaphor ആണോ, antithesis ആണോ, simile ആണോ, or euphemism ആണോ? Yes. എടി ഞാൻ എന്റെ റൈറ്റിംഗ് പാഡ് എടുത്തിട്ടുണ്ട്. ഇത് പേപ്പർ കിട്ടുന്നുണ്ടായിരുന്നില്ല. Can you please mute your mic? Okay. Yeah, the answer is simile. കാരണം എന്താണ്, നമുക്ക് ഇവിടെ ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്ത് if we are comparing to things, നമുക്ക് അവിടെ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഏതാണ്, ദാറ്റ് ഇസ് സിമിലി ആണ് നമ്മൾ ലൈക്ക് ഓർ ആസ് യൂസ് ചെയ്ത് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, സോ നിങ്ങൾക്ക് ഓർക്കണം, നിങ്ങൾ ഇത് കണ്ട് പാനിക് ആണ്, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുമ്പം എല്ലാ ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാകും. ഓക്കെ, സോ ഡോണ്ട് ഗെറ്റ് പാനിക് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഈസി ആയിട്ടുള്ളതും എല്ലാ ലെവൽസിലെയും ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാകും. യാ, അടുത്തത് in Birches, it's a poem ആണ്. The poet uses the activity of birch swinging as metaphor for. ഏതാണ്? Waves in the sea ആണോ, life and death ആണോ, flights of fancy ആണോ, അല്ലെങ്കിൽ change of seasons ആണോ? റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയം ആണ് Birches. ഓക്കെ, ഫ്രോസ്റ്റിന്റെ പോയം ആണ് Birches എന്ന് പറയുന്നത്. Okay, any idea? You might have learned this poem somewhere. In Birches, the poet uses the activity of birds swinging as metaphor for ഏതാണ്? Waves in the sea ആണോ, life and death ആണോ, flights of fancy or change of seasons ആണോ? Any idea? Just അറിയില്ല. Change of seasons. You said change of seasons. This is our answer, that is flights of fancy. ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി ആണ് കറക്റ്റ് ആൻസർ. കാരണം ഈ ബേർച്ചസ് എന്ന് പറയുന്നത് നമുക്ക് ആ ട്രീ ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഫ്രോസ്റ്റ് പറയുന്നത് ആ ചൈൽഡ്ഹുഡ് സമയത്ത് ഒരു ബോയ് ഉണ്ടായിരുന്നു. ആ ബോയ് ഈ പറയുന്ന ബേർച്ചസില് ഈ ബ്രാഞ്ചസിലൂടെ ഇങ്ങനെ ഒരു മങ്കിയൊക്കെ ഇങ്ങനെ ഓടി ചാടുന്ന പോലെ അവിടുന്ന് ചാടി ഇവിടുന്ന് ചാടി ഇങ്ങനെ സ്വിങ് ചെയ്ത് മൂവ് ചെയ്യും. ആ ഒരു മൂവ്മെന്റും സ്വിങ്ങിങ്ങും എന്ന് പറയുമ്പം തന്റെ കുഞ്ഞുകാലത്ത് മീൻസ് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഒരു മെമ്മറീനെ സിംബിളൈസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ബേർച്ചിലൂടെ. ഓക്കെ, അപ്പം അതില് ആ ഒരു ബേർച്ച് കാണുമ്പം ലൈക്ക് എന്റെ പണ്ടത്തെ യങ് ലൈഫ് ഇങ്ങനെയായിരുന്നു, എന്റെ ചൈൽഡ്ഹുഡ് ഇങ്ങനെയായിരുന്നു, എന്റെ കുട്ടിക്കാലം ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പം ഇപ്പൊ നമുക്ക് തോന്നുന്ന പ്രസന്റ് ലൈഫിനകത്ത് പല ബേർഡൻസ് ഇപ്പൊ നമ്മൾ പറയാറില്ലേ, പണ്ടൊക്കെ എന്ത് നല്ലതായിരുന്നു. ഇപ്പം സിമിലർലി ആ ഒരു ഫാൻസിഫുൾ കൈൻഡ് ഓഫ് ലൈഫിന്റെ സിംബിളൈസിങ് ആണ് അതിലൂടെ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റൻ ആയിരിക്കും. ദി എക്സ്പ്രഷൻ ടെറബിൾ ബ്യൂട്ടി is an example for. Terrible beauty is an example for. രണ്ട് കോൺട്രഡിക്ടറി തിങ്സിനെയാണ് ഇവിടെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. ഇസ് ഇറ്റ് ഓക്സിമറൻ, സിനെക്ഡക്കി, ഹൺ, സിമിലി? ഏതായിരിക്കും? Oxymoron. ടൈപ്പ് ചെയ്യാമേ. യു ക്യാൻ ടൈപ്പ് ദി ആൻസേഴ്സ്. അറിയാവുന്നതാണ്. യാ, സോ ദി ആൻസർ ഇസ് ഓക്സിമറൻ. കാരണം നമുക്ക് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക, ഓക്സിമറൻ. ബിക്കോസ് ഇവിടെ നമ്മൾ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര പോസിറ്റീവ് ആൻഡ് പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ബ്യൂട്ടി എന്ന് പറയാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഒരു കാര്യം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുമ്പം വി നെവർ
takes it together with something terrible. Because beauty എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര പോസിറ്റീവ്, എലഗന്റ്, പ്ലസന്റ് ആണ്. അപ്പൊ അതൊരിക്കലും നമുക്ക് ടെറബിളുമായിട്ട് ഗോ ത്രൂ ചെയ്ത് പോകത്തില്ല. അപ്പൊ ഇവിടെ രണ്ട് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ ഓഫ് സ്പീച്ചിനെയാണ് നമ്മൾ ഓക്സിമറൻ എന്ന് പറയുന്നത്. പിന്നെ സിനഗ്ഡക്കി എന്ന് പറയുന്നത് വൺ തിങ് സ്റ്റാൻഡ് ഫോർ ഹോൾ ആണ് സിനഗ്ഡക്കി. പൺ എന്ന് പറയുന്നത് പ്ലേയിങ് ഓഫ് ദ വേർഡ്സ് ഒരുമിച്ച് വരുന്നത്. സിമിലി എന്ന് പറയുന്നത് യൂസ് ഫോർ കമ്പാരിസൺ, ലൈക്ക് ആൻഡ് ആസ് യൂസ് ചെയ്ത് വരുന്നതാണ് സിമിലി. സോ ദി ആൻസർ ഇസ് ഓക്സിമറൻ. കാരണം എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് പറഞ്ഞത് കൊണ്ടാണ് here we have this figure of speech as the oxymoron. Okay. ഈ ടെറിബിൾ ബ്യൂട്ടി എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ WB എയ്റ്റ്സിന്റെ ഈസ്റ്റർ 1916 എന്ന് പറയുന്ന വർക്കിൽ നിന്നാണ് ഈ പറയുന്ന ഒരു ടേം എടുത്തിരിക്കുന്നത്. ഓക്കെ, ടെറിബിൾ ബ്യൂട്ടി ഇസ് an example of oxymoron. ഇനി അടുത്തത്, in the poem I know why the caged bird sings, the bird sings of. എന്താണ്? happiness and joy ആണോ, escape and revenge, freedom and hope, or love and marriage? ജസ്റ്റ് നമുക്കൊന്ന് ഗസ് ചെയ്താൽ തന്നെ വരാം. നമുക്കൊരു കൂട്ടിനകത്ത് അകപ്പെട്ട കിളിക്ക് ഉണ്ടാകുന്നത് എന്തായിരിക്കും പറയാ? യെസ്, ഓഫ് കോഴ്സ്. എല്ലായ്പ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു വൈൽഡ് ഗസ് നകർക്കണമെന്നില്ല. ബട്ട് സ്റ്റിൽ ദി ആൻസർ ഇസ് ഫ്രീഡം ആൻഡ് ഹോപ്പ്. ബിക്കോസ് വൺ പേഴ്സൺ ഈസ് ബീൻ കേജ്ഡ്. ഇപ്പൊ എപ്പോഴും കേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഫ്രീഡം കിട്ടണമെന്നായിരിക്കും ഏറ്റവും അധികം ആഗ്രഹം. കേട്ടില്ല. ഈ പോയം മായ ആഞ്ചലോന്റെ അല്ലേ? യെസ്, അപ്പം ആ ഒരു കേജ്, ഓക്കെ, യെസ് ആണ്. ആൻഡ് ദ കേജ് ബേർഡിനകത്ത് നമുക്ക് എന്താണ്, ഒരാൾക്ക് ഇപ്പൊ നമുക്കൊരു ഫ്രീഡം ഇല്ലാണ്ട് നമ്മളിങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് ഒപ്രസ്ഡ് ആക്കി നിർത്തുമ്പം നമുക്ക് ഏറ്റവും ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? ഏറ്റവും അധികം നമ്മൾ ആഗ്രഹിക്കുന്നത് ഫ്രീഡവും അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടി ആയിരിക്കും. സോ അത് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ ഹോപ്പാണ്. ബിക്കോസ് വി നീഡ് ടു ഗെറ്റ് ഫ്രീഡ് ഫ്രം ദീസ് ക്ലച്ചസ് ഓഫ് പ്രസന്റ് സ്റ്റേറ്റിൽ നിന്ന് വി നീഡ് ടു ഗെറ്റ് ഫ്രീഡ്. അപ്പം ആ ഒരു ഫ്രീഡം നമ്മൾക്ക് വേണം. സോ ആ ഒരു ഹോപ്പും ഫ്രീഡവുമാണ് നമുക്ക് ഇവിടെ ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് ഫ്രീഡം ആൻഡ് ഹോപ്പ്. യെസ്, അടുത്തത് refugee mother and child. So the opening lines of refugee mother and child recalls a picture of dash, Madonna and child, Queen Margaret and the prince, an Indian women with child, and African women and child. അറിയാമോ? ഇത് ചിനുവ അച്ചിബിയുടെ ഒരു വർക്കാണ്. കംസ് അണ്ടർ ആഫ്രിക്കൻ ആൻഡ് കരീബിയൻ. കേട്ടില്ല. ആഫ്രിക്കൻ വിമൻ ആൻഡ് ചൈൽഡ് അല്ല അല്ല അല്ല. Okay, I'll give you one thing that നിങ്ങൾ ഇപ്പം യൂണിവേഴ്സിറ്റീസിന്റെ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യല്ലോ. അപ്പം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന പല ക്വസ്റ്റ്യൻസും ഇവരുടെ MA സിലബസിനകത്തുള്ള വർക്ക്സിൽ നിന്നാണ് മീൻസ് മിക്ക ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവരുടെ MAയുടെ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതൊക്കെ വർക്ക്സുകളാണ് ഹോൾ 4 സെമിസ്റ്റേഴ്സിൽ ഉള്ളത് എന്ന് നിങ്ങൾ നോക്കുക. അതിനകത്ത് ഈ പറയുന്ന എല്ലാ വർക്ക്സും കവർ ചെയ്യുന്നുണ്ടാവും. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ. നിങ്ങളിപ്പം പ്രിപ്പയർ ചെയ്തിട്ട് ഇസ് ഫൈൻ, ബട്ട് യു ടേക്ക് ദാറ്റ് സിലബസ് ഓൾസോ. അതിനകത്തുള്ള വർക്ക്സുകളുടെ ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ. കാരണം ഈ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത വർക്ക്സ് എല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവരുടെ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കായിട്ടുള്ള വർക്ക്സുകളാണ്. സോ നിങ്ങൾ അതും കൂടി ഒന്ന് വിത്ത് റെസ്പെക്ട് ടു അതും കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്തതിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, സോ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡിന്റെ ആൻസർ ഇസ് മെഡോണ ആൻഡ് ചൈൽഡ്. കാരണം ഈ ആഫ്രിക്കൻ കരീബിയൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾവേസ് അബൌട്ട് കൊളോണിയലിസം, ഒപ്രഷൻ, റേസിസം ഒക്കെയാണ്. സോ അവിടെ എപ്പോഴും സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഫ്രീഡം ഇസ് ഓൾവേസ് ഡിനൈഡ് ദെയർ. അപ്പം ഈ ഒരു കൊളോണിയലിസം കാര്യങ്ങളും അറ്റാക്ക് നടക്കുമ്പം ഈ മെറ്റേണൽ സഫറിങ് ആണ് ഇതിനകത്ത് വരുന്ന തീം. കാരണം സ്വന്തം കുഞ്ഞിനെ ഒരിറ്റ് വെള്ളം കൊടുക്കാനോ അതിനെ സംരക്ഷിക്കാനോ പോലും ആരോഗ്യമില്ലാത്ത തരത്തില് അമ്മയും മക്കളും വരുന്ന ഒരു അവസ്ഥ ഇതിനകത്തുണ്ട്. സോ മെറ്റേണൽ സഫറിങ്, അതൊരു മദർ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് എത്രത്തോളമാണ് സഫർ ചെയ്യുന്നത്, ആ ഒരു തീമാണ് ഈ പെർട്ടിക്കുലർ പോയത്തിനകത്തുള്ളത്. സോ ചിനുവ അച്ചിബിയുടെ ഒരു പോയമാണിത്, റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് മെഡോണ ആൻഡ് ചൈൽഡ്. അടുത്തത്
narrates the journey of Ithaca's king, whose Latin name is Ulysses. Odyssey. No, it is in Gilgamesh the Eighth. Odyssey. Yes, Odyssey എഴുതിയത് ആരാണ്? Homer അല്ലേ? അതെ, ഓമർ ആണ്. ഓക്കെ, സോ ഒഡീസി ഇസ് ബൈ ഓമർ ആണ്. അതിനകത്ത് നറേറ്റ് ചെയ്യുന്ന ജേർണി എന്ന് പറയുന്നത് ഒഡീസിയസ്, അത് ഉലിസിസ് എന്നാണ് ലാറ്റിനിൽ പറയുക. ഓക്കെ, അപ്പം അതിന്റെ ഒരു ജേർണിയാണ്, ആ ട്രോജൻ വാറിന് ശേഷമുള്ള ആ ജേർണി നറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ചൊക്കെ നമുക്ക് ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. നെക്സ്റ്റ്, ദി ബ്രസീലിയൻ തിയേറ്റർ പ്രാക്ടീഷണർ ഡാഷ് ഡെവലപ്പ് ദി തിയേറ്റർ ഓഫ് ദി ഒപ്രസ്ഡ്. Is it Antonian Artaud or Peter Brook, Gaston Ball or Jerzy Grotowski? Oppressed, subdued കിടക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരെ empower ചെയ്യാൻ, because they are sidelined, they are marginalized, they are oppressed. അപ്പം അവരെ ഫോർഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു എംപവർമെന്റ് രീതിയിലാണ് നമുക്ക് തിയേറ്റർ ഓഫ് ദി ഒപ്രസ്ഡ് ഉള്ളത്. Do you know that famous Brazilian practitioner? Okay, might not know. So it is Gaston Ball ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, നോട്ട് ചെയ്താൽ മതി അത്. നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ലേൺ ചെയ്ത് പോവാണ്, അപ്പൊ അങ്ങനെ നിങ്ങൾ ഓർക്കും. ഓക്കെ, നെക്സ്റ്റ്, ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ദി കളക്റ്റഡ് വർക്ക്സ് ഓഫ് ഷേക്സ്പിയർ ഇസ് ബെറ്റർ നോൺ ആസ്. ഇത് നിങ്ങൾക്ക് എന്തായാലും അറിയുന്ന ആൻസർ ആയിരിക്കും. Is it first folio for Shakespeare or first edition or collected works? First folio. ഇത് ഏത് വർഷമാണ് പബ്ലിഷ്ഡ് ആയത്? ഇനി ഐഡിയ? ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കാം. അടുത്തത്, ഇറ്റ് ഈസ് ഓൾസോ വെരി ഈസി. Dash involves the substitution of a name of a thing with the name of its attribute. Substitution ആണ് എന്തിനെ? നെയിം ഓഫ് എ തിങ്ങിനെ അതിന്റെ ആട്രിബ്യൂട്ട് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് is it irony ആണോ, മെറ്റനമി ആണോ, പാരഡോക്സ് ആണോ, അല്ലെങ്കിൽ സിമ്പിൾ ആണോ? Symbol. സിമ്പിൾ എന്തിനെങ്കിലും റെപ്രസെന്റ് ചെയ്യുന്നില്ലേ, നമ്മൾ ഒരിക്കലും അതിനെ ആട്രിബ്യൂട്ടിന് വെച്ച് പകരം വെക്കുന്നില്ലല്ലോ. റോസ് ഇസ് എ സിമ്പിൾ ഓഫ് ലവ്, അത് അതിന്റെ സിമ്പിൾ അല്ല, അതിന്റെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. അതെന്തോ അത് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സിമ്പിൾ എന്ന് പറയുന്നത്, സിംപിളൈസ് ചെയ്യുന്നു ഡയറക്റ്റ് ആയിട്ട്. ഐറണി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റും പാരഡോക്സും ഓപ്പോസിറ്റ് ആണ്. അതിന് നമ്മൾ ഒന്ന് പറയുന്നു മറ്റൊന്ന് വിചാരിക്കുന്നു. പാരഡോക്സും സെയിം മീനിങ്സ് ആണ് ക്യാരി. സോ ദ ആൻസർ ഇസ് മെറ്റനമി ആണ്. ഇപ്പൊ നമ്മള് പെൻ എന്ന് പറയും, പെൻ ഈസ് യൂസ് ഫോർ റൈറ്റിംഗ്. അപ്പൊ നമുക്ക് അതിനെ റൈറ്റിങ്ങിനെ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്ത് പെൻ എന്ന് പറയാം. സോ അങ്ങനെയും നമുക്ക് അതിനെ കൊണ്ടുവരാം. ഓക്കെ, സോ അതാണ് മെറ്റനമി. ഓക്കെ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനകത്തുള്ളത് പ്ലെയിൻ ആയിട്ട് ഒരു 10-12 എങ്കിലും ഡെഫിനിഷൻസ് പഠിച്ചിട്ട് പോകണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓരോ ജോൺട്രാസിനകത്തുള്ള റൈറ്റേഴ്സിന് മേജർ കോൺട്രിബ്യൂഷൻസും നിങ്ങൾ നോക്കേണ്ടതാണ്. നമുക്ക് മോസ്റ്റ് ഓഫൺ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷൻ ആണ് അത് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഇനി ലാസ്റ്റ് ഞാനതൊന്ന് ക്ലബ് ചെയ്തത് പറഞ്ഞുതരാം എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്. ഓക്കെ, നെക്സ്റ്റ്, ഡാഷ് ഇസ് ദി occurrence of the same letter or sound at the beginning of adjacent words. എന്തായിരിക്കും? യെസ്, alliteration. vowel sound. ഓക്കെ, സെയിം ലെറ്റർ ഓർ സൗണ്ട്സ്. vowel sounds ഒക്കെ ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും? Assonance. Resonance ആയിരിക്കും. Resonance, meter, rhythm. Okay. Next, often dash comprises only of an octave and sestet. Is it an ode, a lyric, a sonnet, or a tanka? A sonnet. Sonnet. അപ്പം ഇത് എന്ത് സോണറ്റ് ആയിരിക്കും ഈ ഒരു ഒക്ടേവും സെസ്റ്ററ്റും വരുന്നത്? Italian sonnet. ട്രഡീഷണൽ നമ്മുടെ പെട്രാർക്കിൻ സോണറ്റ്. ഷേക്സ്പിയറിയൻ ആകുമ്പോഴത്തേക്ക് എത്ര വരിക? ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഐ റിമെമ്പർ. ഷേക്സ്പിയറിയൻ സോണറ്റ്സ് ആകുമ്പോ സ്ട്രക്ചർ എങ്ങനെയാ? ഫസ്റ്റ് 3 സ്റ്റാൻസയിൽ 4 ലൈൻ വരുന്നതും പിന്നെ ലാസ്റ്റ് സ്റ്റാൻസ കപ്ലെറ്റും.
Yes, so we have 3 quatrains ഉണ്ടാകും. We have 1 couplet ഉണ്ടാകും. ഏതിനാണ്? ഷേക്സ്പീരിയൻ സോണറ്റ്. അപ്പൊ ഷേക്സ്പീരിയൻ സോണറ്റിന് ജനറലി ഫോളോ ചെയ്യുന്ന പാറ്റേണിനകത്ത് ഈ 3 ക്വാർട്ടറൈൻസിനകത്ത് മെയിൻ ഐഡിയ അല്ലെങ്കിൽ പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂന് റേസ് ചെയ്യുകയും അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും ലാസ്റ്റ് കൺക്ലൂഡിംഗ് കപ്ലെറ്റിനകത്ത് ഉണ്ടാവുക. ദാറ്റ് ഇസ് എ ജനറൽ പാറ്റേൺ ഓഫ് ഷേക്സ്പീരിയൻ സോണറ്റ്. So here we have the traditional Petrarchan sonnet. We have an octave and a sestet. രണ്ടായിട്ടാണ് ഉള്ളത്. ഇവിടെ പക്ഷേ നമുക്ക് 3 ക്വാർട്ടറൈൻസും ഒരു കപ്ലെറ്റും ആയിട്ടാണ് ഉള്ളത്. Next question. The effect of the repetition used in the poem, How do I love thee? How do I love thee? സോംബർ ആണോ മാം? കേട്ടില്ല, എനിക്ക് ക്ലിയർ അല്ല അത് കേട്ടത്. ടൈപ്പ് പറയാമോ? Is it annoying or motivating, high romantic or somber? ആ ടൈറ്റിൽ നിന്ന് തന്നെ you could get it. How do I love thee? It is highly romantic. Romantic and എന്താണ് ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ് How do I love thee എന്ന് പറയുന്ന പോമിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. Dash refers to misjudging a poem by the emotional effect it produces in the reader. Is it effective fallacy, negative capability, antipathy, objective correlative? Affective fallacy. Yes, effective fallacy. ബാക്കി ഒന്നും ഇതോട്ട് ഒരു ബന്ധമില്ല. So it is effective fallacy. അടുത്തത്, words that are spelled the same but pronounced differently are called antonyms, homonyms, homophones. ഒരേ രീതി, ഡിഫറെന്റ് രീതിയിലാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, പക്ഷെ ഒരേ സ്പെല്ലിംഗ് ആയിരിക്കും. സ്പെൽഡ് ദ സെയിം ബട്ട് പ്രൊനൗൺസ്ഡ് ഡിഫറെന്റ്ലി. ഇറ്റ് ഈസ് antonyms or homonyms or homophones or synonyms. ഏതാണ്? പറഞ്ഞു. ശരിക്കും ഹോമോഗ്രാഫ് അല്ലേ വരിക? നിങ്ങൾ ഇതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഹോമോണിമേ ഉള്ളൂ നിങ്ങളുടെ ഔട്ട് ഓഫ് ദി ഓപ്ഷൻസിനകത്ത്. ഡിഫറെന്റ് മീനിങ്സ് ഉണ്ടാകും. ഇപ്പം ആക്ച്വലി ഹോമോണിംസ് ഓപ്ഷനകത്ത് കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഹോമോണിംസിനകത്ത് പറയുമ്പം വേർഡ്സ് സ്പെൽ ചെയ്യുന്നതും അതുപോലെ പ്രൊനൗൺസ് ചെയ്യുന്നതും സെയിം ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് മീനിങ്സ് ബേസ്ഡ് ഓൺ കോണ്ടെക്സ്റ്റ് വരുന്നതാണ് ഹോമോണിംസ് എന്ന് പറയാം. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് പിന്നെയും പറയാവുന്ന ഇതേ ഉള്ളൂ. ഓക്കെ, സോ ഹലോ, ഹോമോഗ്രാഫിന്റെ കേസാണ് വരിക. തൽക്കാലം നമുക്ക് ആസ് ഓഫ് നൗ ഇതിനകത്ത് ഇത് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഇതായിരുന്നു, ബട്ട് ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ഓൺ ആക്ച്വലി. നമുക്ക് ഹോമോഗ്രാഫിനകത്തേ പറ്റുള്ളൂ. ബിക്കോസ് ഹോമോണിംസ് എന്ന് പറയുമ്പോൾ സെയിം സ്പെൽ, സെയിം പ്രൊനൗൺസിയേഷൻ, ബട്ട് കോണ്ടെക്സ്റ്റ് വൈസ് ഡിഫറെന്റ് മീനിങ്സ്. നമ്മുടെ റിവർ എന്നൊക്കെ പറയുന്നതില്ലേ, ബാങ്കിനകത്തുള്ള ബാങ്ക്, റിവർ ബാങ്ക്, മണി ബാങ്ക്, അപ്പൊ അതാണ് ശരിക്കും ഹോമോണിംസിനകത്ത് വരിക. ഓക്കെ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഹോമോഫോൺസ് എന്താണെന്ന് പറയാമോ? ഹോമോണിംസിന് എക്സ്പ്ലെയിൻ ചെയ്തു, ഹോമോഗ്രാഫിൻ്റെതും പറഞ്ഞു. ഹോമോഫോൺസ് എന്താണെന്ന് അറിയാമോ? പ്രൊനൗൺസിയേഷൻ സിമിലർ ആയിരിക്കും, സ്പെല്ലിംഗ് ഡിഫറെന്റ് ആയിരിക്കും. അതിങ്ങനെ ഓർത്താൽ മതി. ഫോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഇങ്ങനെ ഓർത്ത് കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ ഫോൺ എന്നിപ്പോ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് കേൾക്കാറ്? നോർമലി സൗണ്ട് ആയിരിക്കും. അപ്പൊ ഹോമോ പറയുമ്പോൾ സെയിം സൗണ്ട്, അപ്പം ഒരേ രീതിയിൽ ബീൻ പ്രൊനൗൺസ്ഡ്, ദാറ്റ് ഇസ് ഹോമോഫോൺസ്. അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. ആന്റോണിംസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് മീനിങ്സ് വരുന്നതാണ്. സിനോണിംസ് എന്ന് പറയുമ്പോൾ സിമിലർ മീനിങ്സ്, റിലേറ്റബിളി സിമിലർ മീനിങ്സ് വരുന്നതാണ് സിനോണിംസ്. അപ്പൊ എക്സാക്ട് ആ മീനിങ് അല്ല, അതുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള സിനോണിംസ്. ഞാനിത് പറയാൻ കാരണം, ഒരു എക്സാമിന് there was a question സിനോണിംസ് ബേസ്ഡ്. ഇപ്പൊ എല്ലാരും പണ്ട് സെയിം മീനിങ് എന്ന് മാത്രം പറഞ്ഞു, പക്ഷെ റിലേറ്റബിളി സിമിലർ മീനിങ്സ് വരുന്നതും സിനോണിംസിനകത്ത് ഉൾപ്പെടും. ഏതോ ഒരു ക്വസ്റ്റ്യൻ ഏതോ ഒരു എക്സാമിന് ഓപ്ഷൻസ് ആയിട്ട് വന്നതാണ്. സോ നമുക്ക് റിലേറ്റീവ്ലി സിമിലർ മീനിങ്സ് ഉള്ളതിനെല്ലാം we can come under the category of synonyms. Okay, dash is a literary movement that portrays everyday life as it is or how it is. Realism, romanticism, symbolism, naturalism. Very easy one. Realism.
Yes, it is realism. Next, dash refers to the omission of a sound or syllable in a speech. Is it assimilation, omission, elision, commission? Elision ആണ്. Yes, it is elision. നമുക്ക് ഈസിയർ പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ ഈസിയർ പോയറ്റിക് റിതം ഓർ മീറ്റർ കിട്ടാൻ വേണ്ടി വി ഓഫൺ omit this. That is known as elision. Next is a very easy one. The standard order of words in a sentence. നമ്മുടെ പാസീവ് വോയിസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ വളരെ ഈസി ആണത്. സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണോ, ഓബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് സബ്ജക്റ്റ് ആണോ, വേർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഒബ്ജക്റ്റ്? അത് ഏതാണ് ആൻസർ? Subject, verb, object. യെസ്, സബ്ജക്ട് വേർബ് ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമാറ്റ്. സബ്ജക്ട് വേർബ് അഗ്രിമെന്റിൽ വി ഹാവ് subject as the action, verb as a doing word, and the object is the one who is the recipient of the action being done. So subject, verb, object എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വേർഡ്. നമ്മുടെ ഇംഗ്ലീഷ് സെന്റൻസ് സ്ട്രക്ചറിലെ സ്റ്റാൻഡേർഡ് വേർഡ് ഓർഡർ എന്ന് പറയുന്നത് ഇത് ഇസ് സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ് ആണ്. അടുത്തത്, poetic says that the plot of dash should be complex and involve reversal of tunes. Tragedy. ഇത് ആരാണിത് പറഞ്ഞത്? Nithi. ഇത് poetics ആരുടെയാ? Poetics പ്ലേറ്റോന്റെ അല്ലേ? നല്ലോണം ഒക്കെ ആലോചിച്ച് നോക്കി. അല്ലെ, സോറി മാം, അരിസ്റ്റോട്ടലിന്റെ. അരിസ്റ്റോട്ടലിന് പഠിച്ച് അവസാനം കൺഫ്യൂഷൻ ആവരുത്. It is Aristotle. Yeah. What do you mean by hamartia? Tragic flow. What is catharsis? Purgation of emotions. Purgation മാത്രമേ ഉള്ളൂ അതിനകത്ത്, വേറെ ഒന്നുമില്ല. Purification. പിന്നെ ഇതിനകത്ത് ഒരാള് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും പറയാം, ഞാൻ കണക്ട് ചെയ്ത് മറ്റുള്ള കാര്യം പറ്റുമെങ്കിൽ പറയാട്ടോ. യെസ്, ബാക്കിയുള്ളവരെന്താ ഒന്നുമേ മിണ്ടാത്തെ? പോയറ്റിക്സ് ആരുടെയാണ്? അരിസ്റ്റോട്ടലിന്റെ. അരിസ്റ്റോട്ടലിന്. What did he say about ട്രാജഡിയുടെ ഒരു മെയിൻ ആ ഒരു കാര്യം എന്താണ് പറഞ്ഞത്? ട്രാജിക് ഹീറോ. ട്രാജിക് ഹീറോ എങ്ങനെയായിരിക്കും? പുള്ളി ട്രാജിക് ഫ്ലോയിന്റെ ഒക്കെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? Better than the ordinary people, but still has a tragic flow that leads to the downfall. Okay. ഡെഫിനിഷൻ വല്ലതും ആണോ അത് എക്സാക്ട്? That definition. എന്ത് സിമ്പിൾ ഇങ്ങനെ വെച്ചടിച്ചെടുത്ത് പെട്ടെന്ന് വന്നോണ്ടേ ചോദിച്ചാ. അപ്പൊ നമുക്ക് ഞാൻ ഓക്കെ, ട്രാജഡി നമുക്ക് മെയിൻ ആയിട്ടും ട്രാജിക്കിനകത്ത് വരുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഒരു ക്യാരക്ടർ ഉണ്ടാകും, പ്രോമിനന്റ് വൺ. അയാൾക്ക് ട്രാജിക് ഫ്ലോ ഉണ്ടാകും. അത് അയാളുടെ ആ ഒരു മീൻസ് ഇങ്ങനെ അയാൾക്കുള്ളിൽ ലൈവ് ചെയ്ത് ത്രൂ ഔട്ട് ആ ഒരു ഫ്ലോയിൽ ഇത് കൊണ്ടുപോവുകയും നമുക്ക് ലാസ്റ്റ് അത് നമ്മൾ കാണുന്ന കാണികൾക്ക് ഈ പറയുന്ന കണക്ക് ആ ഒരു ട്രാജിക് ഫ്ലോ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു പിറ്റിയും ഫിയറും ഉണ്ടാകും. അപ്പം അതുവഴിയാണ് ഹമേഴ്ഷ്യ നമ്മളിലേക്ക് അത് വരികയും അതുവഴി വി ഗെറ്റ് പ്യൂരിഫൈഡ്, അല്ലെങ്കിൽ നമുക്ക് പെർഗേഷൻ സംഭവിക്കും. കാരണം ഇതേ കണക്ക് നമുക്ക് വന്നാലോ എന്നുള്ളൊരു ഭയം മൂലം ഒരു പ്യൂരിഫിക്കേഷൻ ആണ് നമുക്ക് ഈ പറയുന്ന ട്രാജഡിയിലൂടെ ഓഫർ ചെയ്യുന്നതെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഞാൻ അത് പറഞ്ഞാണ്. ഓക്കെ, പറഞ്ഞപ്പം വായിക്കുന്നത് അരിസ്റ്റോട്ടൽ. നെക്സ്റ്റ് ഇസ് that is about the love between Robert Browning and Elizabeth Barrett Browning. അത് ഏതാണ് ആ വർക്ക്? ഇവരുടെ ആ ഒരു ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചവരാണെന്ന് നമുക്കറിയാലോ. അപ്പം അവർ എലോപ്പ് ചെയ്ത് പോവുകയും തിരിച്ചു വരികയും അങ്ങനെയൊക്കെ സംഭവിച്ച ആൾക്കാരാണ്. സോ ദേ സെലിബ്രേറ്റഡ് ദ ലവ് ഇൻ ദിസ് വൺ പെർട്ടിക്കുലർ വർക്ക്. Yeah, tell me. Help. Is it how do I love thee ആണോ, longing ആണോ, when we two parted ആണോ, or the mosquito ആണോ? The answer is this. How do I love thee? നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടോ, ഒറ്റ ഇതിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൗ ഡു ഐ ലവ് thee നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നായിരുന്നു.
നിങ്ങളുടെ ആ ഒരു സിലബസിനകത്തും യു ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ്. ഓക്കെ. നെക്സ്റ്റ് നിങ്ങളുടെ തിയറി ബേസ്. ഡാഷ് സ്റ്റഡി how relations of gender are embedded in social, political, cultural formations. ഏതാണത്? Gender. Studies, കേട്ടില്ല. feminist studies. Feminist studies. ഇത് എളുപ്പമാണ്. Next. Dash is characterized by fragmentation and metafictional elements. Is it modern literature or emphasis on universal truth or post literature or realism? ഏതായിരിക്കും? Fragmentation and metafiction. Irony, self-reflexivity ഒക്കെ എവിടാണ് വരിക? പോസ്റ്റ് മോഡേൺ ആണ്. ഹൊറിഫിക് വാറിനും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. കുറച്ചും കൂടി ഒന്ന് തിയറീസ് പെർട്ടിക്കുലർ ഉള്ളത്. കൾച്ചറൽ തിയറിയുടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് മേജർ തിയറിക്കകത്ത് എന്താണ് പറയുന്നത്, തിയറിക്ക് സംഭവിച്ച എവല്യൂഷൻ, ഓരോ കാലഘട്ടങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ കുറെ ആൾക്കാരുണ്ടാകും. അവരുടെ മേജർ വർക്ക്സ് ഏതൊക്കെയാണ്, ഇത് മാത്രം നോക്കിയാൽ മതി. യെസ്, ഓക്കെ. Next is dash aims to explore the experiences and perspectives of the marginalized groups in society. Gender ആണോ, subaltern ആണോ, classical ആണോ, formalist ആണോ? Subaltern. It is subaltern means the one who belongs to a lower rank ഉള്ളവരെ നമ്മൾ പറയുന്നതാണ് subaltern. They are the marginalized people, the oppressed and the suppressed one. They are the voiceless people. Okay. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത്, ഒരു marginalized. Okay. Subaltern. അവരുടെ means voice of the voicelessന് വേണ്ടിയിട്ടുള്ളതാണ് subaltern studies. Okay. According to Aristotle, tragedy should evoke dash in the audience. Is it anger and disgust or confusion or pity and fear and thirst for revenge? ഏതാണ്? Fear. This pity and fear. അത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? Catharsis. Yes, it leads to catharsis. Next is dash involves breaking down the words in a work to discover its true significance. എളുപ്പമാണ്. Deconstruction. Deconstruction. ഒരു പ്രോമിനന്റ് ആളെ പറയാമോ ഡീകൺസ്ട്രക്ഷൻസിനകത്തുള്ള? നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും? Derrida. ഡെറിഡ. ഓക്കെ. ജാക്വസ് ഡെറിഡ. ഓക്കെ, ചോദിച്ചതേ ഉള്ളൂ. മീൻസ് നിങ്ങൾ തിയറി പഠിക്കുമ്പം ആ തിയറി ബേസിക്കലി ഇപ്പം ഡീകൺസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് ഒരു 1 സെന്റൻസിൽ പഠിച്ച് ബേസ് വെക്കുക. കാണപ്പാടം ഡെഫിനിഷൻ പഠിക്കണമെന്നില്ല. എന്താണ് അതെന്ന് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായിട്ട് അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ 90s-ലാണ്, 1930s എങ്ങനെ, 50s എങ്ങനെ എന്നുള്ളത് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആക്കാം. എന്നിട്ട് ആ പോയിന്റ്സിനകത്ത് തന്നെ 30s-ലുള്ള മേജർ തിയറട്ടീഷ്യൻ ആരാണ്, അങ്ങനെ ഓരോ കാലഘട്ടത്തിലും എഴുതുക. അങ്ങനെ 5-8 പേരുണ്ടാകും. അത്രയും നിങ്ങൾ നോക്കിയാൽ മതിയാകും ഫോർ ദ തിയറി പാർട്ട്. അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റും. ബേസിക് കോൺസെപ്റ്റ്സ് അറിയണം, തിയറട്ടീഷ്യൻസ്, അവരുടെ വർക്ക്സിന്റെ പേര്. കുറച്ചുകൂടെ സിംപിളർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. ഓക്കെ. നെക്സ്റ്റ്, ദാറ്റ് സെന്റൻസ് ഇസ് പ്രൈമർലി യൂസ് ടു മേക്ക് സ്റ്റേറ്റ്മെന്റ്സ്. Interrogative, imperative, declarative, exclamatory. Declarative. Yes, it is declarative. What do you mean by imperative sentence? It could be a command or an order or a request. Yeah. What is indirect? Other questions and emotions is okay. Surprise is okay. Next, the meaning of an idiom is usually dash the meaning of the words in it. Same as, different, sum of, or opposite of. Idiom. പറഞ്ഞോണ്ട് അറിയുന്നല്ലേ? ഡിഫറെന്റ്. നമുക്കത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബൈറ്റ് ദ ബുള്ളറ്റ് എന്നൊരു ഫ്രേസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഇഡിയം ഉണ്ട്, ബൈറ്റ് ദ ബുള്ളറ്റ്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാണ്? ബുള്ളറ്റിനെ കടിക്കുക എന്നുള്ളതാണോ? അല്ല. അപ്പൊ ആ ഒരു വേർഡ്സിന്റെ സെയിം മീനിങ് ആവില്ല, മറ്റെന്തോ ഒരു കാര്യമായിരിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എടുക്കുമ്പം അത് ഡിഫറെന്റ് മീനിങ് ആയിരിക്കും. അത് ഇൻഡിവിജ്വൽ മീനിങ്സിൽ നിന്ന് മാറിയിട്ടായിരിക്കും നമ്മളുടെ ഇതുണ്ടാവും. അതാണ് നമ്മളുടെ ഇഡിയം. ബൈറ്റ് ദ ബുള്ളറ്റിന് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, നമ്മൾ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, നമ്മൾ വളരെ ധൈര്യപൂർവ്വം അതിനെ ഫേസ് എന്ത് വന്നാലും
ഫേസ് ചെയ്യാന്ന് പറയുന്നതാണ് നമ്മൾ ബൈറ്റ് ദി ബുള്ളറ്റ്. അപ്പം അതൊരു ഇഡിയമാണ്. അപ്പം ബൈറ്റ് ദ ബുള്ളറ്റ് എന്നുള്ളതിനകത്ത് സാഹചര്യം വന്നാൽ ധൈര്യമായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു ബന്ധവുമില്ല. അപ്പൊ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമായിരിക്കും ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് ഉണ്ടാവുക. ഓക്കെ, അതാണ് നമ്മളുടെ ഇഡിയം എന്ന് പറയുക. Okay, next. Dash is a process by which a speech sound becomes identical to a neighboring sound. Assimilation, omission, elision, pronunciation. Assimilation. Yes, it is assimilation. Next question. Dash is a style that depicts real world as having an undercurrent of magic or fantasy. Magical realism. Magic. ആരെങ്കിലും ഒരാളെ പറയാമോ? വൺ ഹു ഹാസ് യൂസ്ഡ് ഇറ്റ് മീൻസ് മോർ എക്സ്പ്ലോറേറ്റ്ലി ഇൻ ഹിസ് വർക്ക്. ഏതെങ്കിലും ഒരാൾ പറയാമോ? ഒരു വർക്ക് പറയാമോ? സൽമാൻ റഷ്ദി എന്ന് ഓർത്ത് വെച്ചേക്കണേ. ഗബ്രിയൽ ഗാർഷ്യ മാർക്വസും ഉണ്ട്. അത് രണ്ടൊന്നും, ആ രണ്ട് പേരുകളൊന്നും ഓർത്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രമല്ല നോക്കണ്ടേ, ബാക്കിയുള്ള വരുന്നത് മാജിക്കൽ റിയലിസം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത റൈറ്റേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ഒന്നോ രണ്ടോ വർക്ക്സ് പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പർലി വർക്ക്ഔട്ട് ചെയ്യേണ്ടുള്ളത്. ഓക്കെ, റഷ്ദിയും ഗബ്രിയൽ ഗാർഷ്യ മാർക്വസും ഒന്ന് നോട്ട് ചെയ്തേക്കണേ ഇവിടെ അണ്ടർ മാജിക്കൽ റിയലിസം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്താണെന്നുള്ളത്? യു ഗോട്ട് വാട്ട് ഐ സെഡ്. നിങ്ങൾ യുജി കഴിഞ്ഞതായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു. മനസ്സിലായി ഞാൻ പറഞ്ഞ എന്താണെന്ന്? Yes, ma'am. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞത്. മനസ്സിലായി? നിങ്ങൾ എന്തായാലും ഇത്രയും പഠിച്ചതായതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് മാജിക്കൽ റിയലിസം വരുമ്പോൾ നിങ്ങൾ റഷ്ദിയുടേത്, സൽമാൻ റഷ്ദിയുടെ വർക്ക്സും കൂടി ഒന്ന് ഇവിടെ നോക്കാം. ഗബ്രിയൽ ഗാർഷ്യ മാർക്വസിന്റെയും കൂടി ഒന്ന് നോക്കാം. ബാക്കിയൊന്നും കുഴപ്പമില്ലാത്ത. നെക്സ്റ്റ്, ഡാഷ് ഇസ് നോട്ട് എ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ. നോട്ട് ആണ്. നോട്ട് എ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിംഗ് കോൺസണൻസ്. Glottal. It is glottal. Good. Next, dash is a word that is pronounced the same as another but different in meaning. Pronunciation same ആണ്. Antonym, homonym, homophone. ഇങ്ങനെ ഓർത്താൽ മതി. ഫോണിൽ വിളിക്കുമ്പോൾ സൗണ്ട് ആണ്, അപ്പൊ സെയിം സൗണ്ട്, അങ്ങനെ പഠിച്ചാൽ മതി. ദിസ് ഇസ് വാട്ട് ഐ റിമെമ്പർ. എനിക്ക് എളുപ്പത്തിൽ ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളത്. അടുത്തത്, ഹി എഫക്ട്സ് മെറ്റാഫിസിക്സ് ഇസ് എ ജോൺ ഡ്രൈഡൻ. John Is it Donne. ജോൺ ഡൺ ആണ്. ജോൺ ഡൺ ആണ്. ഓക്കെ, അയാളുടെ ആ ഒരു കോംപ്ലെക്സ് സ്റ്റൈൽ, ഫിലോസോഫിക്കലി വളരെ കോംപ്ലെക്സ് സ്റ്റൈൽ ആണല്ലോ ഡൺ. പിന്നെ മെറ്റാഫിസിക്കൽ പോയംസ് കൺസീറ്റ്സിനകത്തൊക്കെ. അപ്പം ആ ഒരു സ്റ്റൈലിനെ ബേസ് ചെയ്ത് ഡ്രൈഡൻ കോമെന്റ് ചെയ്തതാണത്. ഇതിനകത്ത് പറഞ്ഞോളൂ, മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആരൊക്കെയാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? Dan Vaughan and Marvell. യെസ്, ഗുഡ്. ഞാൻ കുറെ തവണ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഐ റിമെമ്പർ ഇറ്റ്. യെസ്. ഈ മെറ്റാഫിസിക്കൽ പോയട്രിയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? It is characterized by കൺസീറ്റ്സുകള്, ഭയങ്കര ഫിലോസഫീസ് ആണ്, പാരഡോക്സസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാമോ ഡണ്ണിന്റെ ഒരു പോയം, മെറ്റാഫിസിക്കൽ പോയം? Valediction, Forbidden Morning. ഓക്കെ, ഗുഡ് ഗുഡ്. ഹെൻറി വോഗന്റെയോ? എനി ഐഡിയ? റിട്രീറ്റ് എന്നുള്ള ഒരു പോം കേട്ടിട്ടുണ്ടോ? റിട്രീറ്റ്, അത് എക്സാമ്പിൾ ആണ്. മാർബലിന്റെ ഒരു പോയം പറയാമോ? To his coy mistress. To his coy mistress. Okay, good. ഒരു സ്ട്രെങ്ത് പോരെ സൈഡിൽ നിന്ന്. ഓക്കെ, to his coy mistress. Okay. അടുത്തത്, heard melodies are sweet but those unheard are sweeter. Appears in which poem? Or to Skylark, or to Grecian urn, or to Westwind, or Ozymandias. This ode on a Grecian urn. This is a very beautiful poem. You must read this poem. Okay, കാരണം നമ്മൾക്ക് വളരെ ബ്യൂട്ടിഫുൾ കൊട്ടേഷൻസും ബ്യൂട്ടിഫുൾ കമ്പാരിസൺസും ഉള്ള ഒരു പോയമാണ് this particular one.
This is actually perhaps one of my favorite quotes. If somebody had messaged me in WhatsApp, നിങ്ങൾക്ക് മനസ്സിലാകും എന്റെ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് തന്നെ ഇതാണ്. This is a quote which I love in my life. Prem and Squirrels has been my status since 7 or 8 years. അത്രയും ബ്യൂട്ടിഫുൾ ലൈൻസ് ഉള്ള ഒരു പോയമാണ് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ ബൈ ജോൺ കീറ്റ്സ്. അത്രയും മനോഹരമായിട്ടാണ് നേച്ചർ എന്ന് പറയുന്നതിനെ അത്രയും നമുക്ക് ഉദ്ദേശിക്കുന്നതിലും പ്രൊഫൗണ്ട് ആയിട്ട് ഹി ഹാസ് എക്സ്പ്ലോർഡ് നേച്ചർ, ഹി ഹാസ് ബ്യൂട്ടിഫൈഡ് നേച്ചർ, റൊമാൻറ്റിസൈസ് നേച്ചർ. ഒരു 3 റൊമാൻറ്റിക് പോയിറ്റ്സിനെ പറയാമോ? ഇനി 3 റൊമാൻറ്റിക് പോയിറ്റ്സ്. William Romance. Wordsworth, John Keats, P.B. Shelley. ഓക്കെ, ഇത് വളരെ നല്ല പോയമാണ്. ട്രൈ ടു റീഡ് ദിസ് പോയം. ഒരുപാട് ഓഫ് കോട്ടഡ് ലൈൻസ് ഉള്ള ഒരു പോയമാണ്. ഓൾറെഡി ഓൾസോ സ്കൈലാർക്കും വെസ്റ്റ് വിൻഡിനകത്തും നല്ലതുണ്ട്. ഇഫ് വിൻഡർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? ഇഫ് വിൻഡർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ഹാവ് യു ഹേർഡ് ഓഫ് ദാറ്റ് ലൈൻസ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇഫ് വിൻഡർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് ഇല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തേക്ക. അത് ഓടിച്ച് വേണ്ട. ഓടിച്ച് സ്കൈലാർക്ക്, ഓടിച്ച് വെസ്റ്റ് വിൻഡ്, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏണൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പോയംസുകളാണ്. അപ്പം അതില് ആ പോയംസ് നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കണം. അതില് ഇമ്പോർട്ടന്റ് ലൈൻസ് അല്ലെങ്കിൽ ഓഫ് കോട്ടഡ് ലൈൻസ് ജസ്റ്റ് നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് ആ ലൈൻസ് കിട്ടും. അതൊക്കെ നമ്മൾ അതേ കണക്ക് കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട കുറെ ലൈൻസുകൾ ഉണ്ട്. അങ്ങനെ തന്നെ യു ഹാവ് ടു ലേൺ ഇറ്റ്. ഓക്കെ, നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആകുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ലൈൻസുകളാണ് അത്. ഓക്കെ, നെക്സ്റ്റ് ദ ലാസ്റ്റ് ലൈൻസ് ഓഫ് ദി പോയം. ഇതിനകത്ത് ഏതാണ്? ബട്ട് ഹി ഹാസ് വൺ ഡിഫെക്ട്, ഹി ക്യാൻ തിങ്ക്. ഹി ഹാസ് വൺ ഡിഫെക്ട്, പക്ഷേ അവനൊരു കുഴപ്പമുണ്ട്. എന്താണ്? അവന് ചിന്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അത് ഏതാണെന്ന്. മനുഷ്യരും മെഷീൻസും തമ്മിലാണ് പറയുന്നത്. മെഷീനുകൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ മനുഷ്യർക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. ഹി ഹാസ് വൺ ഡിഫെക്ട്. അവൻ എന്ത് ചെയ്യാം? മനുഷ്യർക്ക് ഹി ഹാസ് ഗോട്ട് ദ കപ്പാസിറ്റി ടു തിങ്ക്. ഇതിനകത്ത് ഏതായിരിക്കും? General, your tank is a powerful vehicle. As a powerful, okay. General, your tank as a powerful vehicle. It's a poem that is by, അറിയാമോ? ബെർട്ടോൾഡ് ബ്രെറ്റ് എഴുതിയിട്ടുള്ളതാണ്. ഇറ്റ്സ് an anti-war poem. ഇറ്റ്സ് an anti-war poem ആണ്. വാർ പോയിറ്റ്സുകളൊക്കെ നോക്കിയേക്കണേ. ഒരു വാർ പോയിറ്റിനെ പറയാമോ? Yehuda Michai. എന്തോ കേട്ടില്ല. ഇറ്റ്സ് നോട്ട് ക്ലിയർ. Yehuda Michai. സോറി, ഒരു വാർ പോയിറ്റിനെ ആർക്കെങ്കിലും അറിയാമോ? ജസ്റ്റ് ചോദിച്ചെന്നില്ല, ക്വസ്റ്റിനകത്തില്ല, ഞാൻ ചുമ്മാ ജനറലി ചോദിച്ചാണ്. Anyone that's not familiar to me actually. Any other poet? Yehuda Michai. കേട്ടില്ല. And I've put it in the chat box. Chat box, but that name doesn't. യഹൂദ അമീച്ചൈ. ഇത് ഏത് പ്ലേസിലുള്ള ആളാണ്? Where this person is? I'm not. Can you say a word of? I'm not familiar with that name. Okay. Does anyone else know the names of war poets? ഏതെങ്കിലും? നിങ്ങൾ വിൽഫ്രെഡ് അവൻ, എഡ്വേർഡ് തോമസ് അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? വിൽഫ്രെഡ് അവൻ, സേഫ്രഡ് സസൂൺ, റൂബർട്ട് ബ്രൂക്ക്. ഇതൊന്ന് നോട്ട് ചെയ്തേക്കണേ. I'll just give this name. നോട്ട് ചെയ്തേക്കണേ. I'll just give that in your chat box. ഇത് ഉദാമീശയം. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കിട്ടുന്ന വോറും കാര്യങ്ങളും നടന്ന സമയത്തുള്ളതാണ്. വി ഹാവ് വിൽഫ്രെഡ്. ഈ നെയിംസ് ഒന്ന് നോട്ട് ചെയ്യണേ. ഇത് വളരെ ബേസിക് ഉള്ള കാര്യങ്ങളാണ്. വിൽഫ്രെഡ് അവൻ. I thought you knew that. വിൽഫ്രെഡ് അവൻ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിൽ ഇത് പ്രൊവൈഡ് ചെയ്തതാണ്. റിമെമ്പർ, സേഫ്രെഡ്, FRIED, I think. സേഫ്രെഡ് സസൂൺ, SASSOON. Then you have Robert Brooke, RUPERT, Brooke, R. Okay. Then Isaac Rosenberg. ഇത് നോട്ട് ചെയ്തേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഐസക് റോസൻബർഗ്.
Then I think then Edward Thomas. Where are you go? Edward Thomas. Please note down these names in your notebook. Okay. നോട്ട് ചെയ്തോ? Yes, ma'am. ഓക്കെ. ഈ വാർ പോയിറ്റ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ആ വേൾഡ് വാർ നടന്നിട്ടില്ലേ, നമ്മളുടെ 1914 ആ സമയത്ത് ഫസ്റ്റ് വേൾഡ് വാർ നടന്നതില് അവര് ദേ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഓർ ഹാവ് സീൻ ഇൻ ദ റിയാലിറ്റി ഓഫ് ദി ഹൊറേഴ്സ് ഓഫ് വാർ. ഐ സീ ദ പിറ്റി ഇൻ ദ വാർ ആൻഡ് ദ വാർ ഇസ് പിറ്റി എന്നുള്ളൊരു ഓഫ് കോട്ടഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പം ശരിക്കും ആ ഒരു വാറും അതിനകത്ത് നടന്ന ഹൊറിഫിക് കാര്യങ്ങളും ആ ഒരു ബ്രൂട്ടൽ ലൈഫ്, ട്രെഞ്ചസ്, അതാണ് ഈ വാർ പോയിറ്റ്സ്. ദിസ് നെയിം ഈസ് നോട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ച വാർ പോയിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ ടൈമിലുള്ളതാണ് ഈ വാർ പോയിറ്റ്സ് എന്ന് പറയുന്നത്. കാരണം അവര് ശരിക്കും ഈ ഫസ്റ്റ് വേൾഡ് വാർ കൺമുന്നിൽ കണ്ട് അതിന്റെ ഒരു ബ്രൂട്ടാലിറ്റിയും ഹൊറേഴ്സും ടെറേഴ്സും എല്ലാം മനസ്സിലാക്കിയവരാണ്. അപ്പൊ അതുണ്ടാക്കുന്ന സൈക്കോളജിക്കൽ ട്രോമ, ഇമോഷണൽ ഇംബാലൻസ്, മെന്റൽ സൈക്കി പ്രോബ്ലംസ്, അതൊക്കെ ഹാർഷ് ഉള്ള കാര്യങ്ങള് അതേപടി ആ ക്രൂവാലിറ്റീസ് ആൻഡ് ബ്രൂട്ടാലിറ്റീസ് ഓഫ് വാർ അതേപടി എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മളുടെ ഈ വാർ പോയിറ്റ്സ് എന്ന് പറയുക. അവരിലൊരു പ്രധാനിയാണ് വിൽഫ്രഡ് ഓവൻ. ഇദ്ദേഹത്തിന്റെ ഒരു മെയിൻ വർക്കാണ് ഡൾസെറ്റ് എറ്റ് ഡെക്കോറം എന്ന് പറയുന്നത്, ഡൾ എറ്റ് ഡെക്കോറമെസ്റ്റ്. അതിനകത്ത് കാണിക്കുന്നത് വാർ എന്ന് പറയുന്നത് വെറും ഒരു ഫ്യൂട്ടൈൽ ആയിട്ടുള്ള വളരെ ഒരു ഹൊറിഫിക് ആയ ഒരു കാര്യമാണ് വാർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് വാർ പോയിറ്റ്സ്. നമുക്ക് സേഫ്രഡ് സസൂൺ, വിൽഫ്രഡ് അവൻ, റൂബർട്ട് ബ്രൂക്ക്, ഐസക് റോസൻബർഗ്, എഡ്വേർഡ് തോമസ്. ഓക്കെ, അത് രണ്ടും ഇത് അറിയാണ് കേട്ടോ. ഇറ്റ് കംസ് അണ്ടർ വാർ പോയിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇൻ ബോസം ഫ്രണ്ട് ഇസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കാസ്റ്റ്. ഏത് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു കാസ്റ്റ് ഡിഫറൻസ് കാണിക്കുന്നത്? ഇസ് ഇറ്റ് ക്ലോത്ത്സ് ഓർ ദ ഫുഡ് ഓർ ഹൗസ് ഓർ കട്ട്ലറി? ദളിത് റൈറ്ററിന്റെ ഒരു വർക്ക് ആണ് ഇത്, അറിയാമോ? ഇത് ആൻസർ ഇസ് കട്ട്ലറി ആണേ. അടുത്തത് ദ കേജ്ഡ് ബേർഡ് ഇൻ ദ പോയം ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിംഗ്സ് റെപ്രസെന്റ്സ്. ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇസ് ഇറ്റ് ദ പുവർ പീപ്പിൾ ഓർ ദ ബ്ലാക്ക് പീപ്പിൾ? ഓക്കെ, ഇറ്റ് ഇസ് എ ബ്ലാക്ക് പീപ്പിൾ. നിങ്ങൾ കണ്ടോ, ഈ ഒരു വർക്ക് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ സിലബസ് ഓരോ യൂണിവേഴ്സിറ്റിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും അവരുടെ MA സിലബസിനകത്ത് എന്താ ഉള്ളതെന്ന് ഡൗൺലോഡ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓരോ വർക്ക്സിന്റെ എങ്കിലും തീം, ഒരു സമ്മറി എങ്കിലും പഠിച്ചിട്ട് പോവുക. Next one. Dash was a Chilean poet diplomat who won the Nobel Prize of Literature in the year 1971. ഇത് ഫ്രോസ്റ്റ് ആണോ, സോയിങ്കെ ആണോ, പാബ്ലോ നെറൂഡ ഓർ മായ ഏഞ്ചലോ? Neruda. Yes, Pablo Neruda. Yes. അടുത്തത് is a very simple one. Thomas Hardy's novel Far from the Madding Crowd took its title from which poem? Ode on the Intimations of Immortality ആണോ, Out of the Rolling Ocean, The Crowd ആണോ, Elizabeth in a Country Churchyard, On Reading Crowds and Power? Any idea? Ma'am, On Reading Crowds and Power. അല്ലല്ലോ, എക്സാം എലിജി റിട്ടൺ കൺട്രി ചർച്ച്യാർഡ് ആണ്. ഓക്കെ, തോമസ് ഗ്രേയുടെ ആ വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ദാറ്റ് മൈറ്റ് ബി ന്യൂ ഇൻഫർമേഷൻ ഫോർ യു, ബട്ട് സ്റ്റിൽ നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, കുഴപ്പമില്ല. Next is, Dash is the only English language writer from India to be bestowed with the Jnanpith Award. Arundhati Roy ആണോ, അമിതാഭ് ഘോഷ്, സൽമാൻ റുഷ്ദി, VS നൈപാൾ? 2018 കിട്ടിയിട്ടുള്ളത്. It is Amitav Ghosh. Okay, next is, Dash is the smallest grammatical unit in a language. Is it a word or a morpheme or a sentence or a phoneme? Morpheme. Sorry? Morpheme. Phoneme. Yes. No, it is morpheme. Phoneme is for the sound. Morpheme is a meaningful unit.
So this is the answer. Morpheme is the smallest. ഓർത്താൽ മതി M meaningful. Grammatically നമുക്ക് meaningful ആണ്. അപ്പോൾ ഇവിടെ morpheme ആണ് ആൻസർ. It is not phoneme. അടുത്തതാണ് the term dash describes the main character around whom the play revolves. പറഞ്ഞോളൂ. Is it protagonist or antagonist? Protagonist. Foil, sidekick. ഏതാ? Protagonist. Protagonist, yes. Next, each unit of dash is called the foot of poetry. Again, a simple one. Is it rhyme or assonance, rhythm or alliteration? Unit of rhyme. Unit of? Rhyme. No, it's a rhythm. Foot is rhythm. കാരണം നമുക്ക് സ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ് ആ രീതി പോകുന്ന rhythm ആണ്. സ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ് അങ്ങനെ പോകുന്നതാണ്. സിലബിൾസിന്റെ സ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ് അങ്ങനെ പോകുന്നുണ്ട്. Is a rhythm that is called as a foot of poetry. English has around dash vowel phonemes. Is it 12 or 14, 20, 26? 20. 20. Next, dash is a couplet with 4 words in the first line and 3 words in the second line. ഒരു Tamil poetic form ആണത്. Kural. ഹൈക്കു അല്ല, കുറൽ. ഗസലും അല്ല. പിന്നെ നമുക്ക് സാഫിക്സ് ഇപ്പം കുറൽ. Next, Matilda of Diamond Necklace did not hope to marry a rich person because she Diamond Necklace എഴുതിയത് ലേഡി മോപ്പിസന്റ്. നിങ്ങൾക്ക് ദാറ്റ് മാർക്സിസം ഒക്കെ തിയറി പഠിച്ചിട്ടുണ്ടാകാം. അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്നത്. നമ്മളുടെ മലയാളത്തിലെ ഡയമണ്ട് നെക്ലസ് ഡയമണ്ട് നെക്ലസ് ആണോ മൂവിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. സിമിലർലി ഒരു പാറ്റേൺ വരുന്നതാണ്. മറ്റേ ഫഹദ് ഫാസിൽ ഒരു മൂവി ഉണ്ടാവല്ലോ സിമിലർ ആ പ്ലോട്ടിനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ആ സിനിമയുള്ളത്. ഓക്കെ, ഡയമണ്ട് നെക്ലസ് എന്ന് പറയുമ്പം ഈ ഒരു ഡയമണ്ട് നെക്ലസ് ഉണ്ടാകും. അതൊരു സൊസൈറ്റിയിലെ ഡിഫറെന്റ് ക്ലാസസിനെ കാണിക്കാനായിട്ടാണ് ഈ ഒബ്ജക്ട്സുകൾ വെച്ച് പറയുന്നത്. അതുകൊണ്ട് ഡയമണ്ട് നെക്ലസ് എന്ന് പറയുമ്പോൾ പണക്കാരന്റെയും പോസ്റ്റ് ലൈഫിന്റെയും സിമ്പൽ ആണ്. അപ്പം പാവപ്പെട്ട ആൾക്കാർ പണക്കാരാവാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ക്ലാസ് സ്ട്രഗിൾ, ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ്, ലോവർ പീപ്പിളിന് ഹയർ പീപ്പിളിനെ പോലെ ആകണം. സോ ദേ സ്റ്റാർട്ട് ഇമിറ്റേറ്റിംഗ്. ഒരു ഫംഗ്ഷന് പോകുമ്പോൾ സാധാരണ ആൾക്കാർ വലിയവനെ പോലെ ഡ്രസ് ചെയ്യുന്നു, ബ്രാൻഡഡ് ക്ലോസും ജ്വല്ലറീസും വെക്കുന്നു. അങ്ങനെയൊക്കെ വരുന്ന ക്ലാസ് കോൺഫ്ലിക്റ്റുകള്, ക്ലാസ് ഡിഫറൻസസ്, റൂളിംഗ് ക്ലാസ്, വർക്കിംഗ് ക്ലാസ്, മാർക്സിസം, ക്യാപിറ്റലിസം വരുന്ന ഒരു വർക്കാണ് ഡയമണ്ട് നെക്ലസ്. അപ്പൊ അതിലൊരു ക്യാരക്ടറാണ് മെറ്റിൽഡ എന്ന് പറയുന്നത്. ഓക്കെ, സോ മെറ്റിൽഡ ഓഫ് ഡയമണ്ട് നെക്ലസ് ഡിഡ് നോട്ട് ഹോപ്പ് ടു മാരി എ റിച്ച് പേഴ്സൺ ബിക്കോസ് ഷീ എന്താണ് വാസ് അൺഎഡ്യൂക്കേറ്റഡ്, ബിലോങ് ടു ഫാമിലി ഓഫ് ക്ലാർക്സ്, വാസ് pretty, വാസ് ക്ലെവർ. ആൻസർ ബിലോങ് ടു ദ ഫാമിലി ഓഫ് ക്ലാർക്സ് ആണ്. ഓക്കെ, ഡയമണ്ട് നെക്ലസിനകത്ത് എന്ന് പറയുമ്പം ആക്ച്വലി അതിനകത്ത് ഡയമണ്ട് നെക്ലസ് നഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ നിന്ന് കടം വാങ്ങിച്ചു നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം അത് നഷ്ടപ്പെടുന്നത് തിരിച്ച് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം വീടും കടപ്പാടും എല്ലാം വിറ്റ് ദരിദ്രതയിലേക്ക് പോകുന്ന ഒരു കഥയാണത്. ഇറ്റ്സ് എ ഗുഡ് ഷോ. വളരെ കുഞ്ഞു ഷോർട്ട് സ്റ്റോറി ആണ് കേട്ടോ. നമുക്ക് വായിച്ചാലും നല്ലതാണ്. ഇഫ് യു ആർ വർക്കിംഗ് ഓൺ തിയറീസ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഡയമണ്ട് നെക്ലസ് എ ഗുഡ് ഓപ്ഷൻ ഫോർ ലേണിംഗ് മാർക്സിസം, ക്ലാസ് സ്ട്രഗിൾ, ക്യാപിറ്റലിസം പഠിക്കാൻ നല്ലൊരു വർക്കാണിത്. നെക്സ്റ്റ്, ഡാഷ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ സ്ട്രീറ്റ് തിയേറ്റർ. തെരുവ് നാടകത്തിന്റെ തുഗ്ലക്, ഹലബോൾ, സൈലൻസ് കോർട്ട്സ് ഇൻ സെഷൻ, ലിസിസ്ട്രാറ്റ. എന്ന ആൻസർ ഹെല്ലാബോൾ. ഓക്കെ, യു മൈറ്റ് നോട്ട് നോ ദാറ്റ്. ഞാൻ പറഞ്ഞത് ഹെല്ലാബോൾ ആണ് ഇതിന്റെ ആൻസർ. അടുത്തത്, ഇൻ ദി ഒറിജിനൽ സ്റ്റോറി ഓഫ് മെറ്റാമോർഫോസിസ്, Pygmalion falls in love with the goddess Venus, a statue he created, a blind woman, his shadow. ഏതാണ് ആൻസർ? എനി ഐഡിയ? ആൻസർ a statue he created ആണ്. ഓക്കെ, നെക്സ്റ്റ്, My Last Duchess and the Love Song of J. Alfred Prufrock are examples of dash. Dramatic monologue. ഓക്കെ, My Last Duchess എഴുതിയത് ആരാണ്? റോബർട്ട് ബ്രൗണിംഗ് ആണ്. ഓക്കെ, ഇനി ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രിഫ്രോക്ക് എഴുതിയത് ആരായിരിക്കും? എലിയറ്റ്.
ദിസ് ഇസ് എ ഗുഡ് പോയം. ഓക്കെ, ഇതൊന്ന് വായിച്ചാൽ നല്ലതാണ്. ഇറ്റ്സ് ഗുഡ് വൺ. യാ, ഇപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. MCQ മോഡലാണ്. ഈച്ച് വൺ ക്യാരീസ് 1 മാർക്ക്. ദ റെസ്റ്റ് ഓഫ് ദി 50 നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സും essay മോഡലും അങ്ങനെ എഴുതാനുണ്ടാകും. സോ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റും നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ളത് ഏതാണ്? ഇപ്പൊ ഞാനിപ്പോ പറയാണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പ്, നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ളതിന് ആദ്യം എഴുതുക. 2 എണ്ണം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോർട്ട് നോട്ട്സ് 200 വേർഡ്സ്, അബൌട്ട് ഒരു 2 pages 2.5 pages നിങ്ങൾക്ക് നന്നായിട്ട് എഴുതുന്ന സമയത്ത് പാരഗ്രാഫ് പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ എഴുതി. ട്രാജഡി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആദ്യം ട്രാജഡി എന്താണെന്ന് പറഞ്ഞ് അരിസ്റ്റോട്ടലിനെ പറഞ്ഞ ട്രാജഡി വന്നിട്ട് ഡെഫിനിഷൻസ് കൊടുക്കുക. ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് അതിനകത്ത് പറയുക. ഓരോ ടേംസുകൾ പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ടൈപ്സ് ഓഫ് സോണറ്റ്സുകൾ അറിയുന്നത് അത് എഴുതുക. റൈം സ്കീമും കാര്യങ്ങളും അതിനകത്ത് എഴുതുക. ട്രഡീഷൻ എവിടുന്ന് വന്നെന്ന് എഴുതുക. 2-3 എക്സാമ്പിൾസ് പറയുമ്പോൾ ഇപ്പൊ സോണറ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾ ഷേക്സ്പിയറിനെ എടുക്കുകയാണെങ്കിൽ വെറുതെ പറയാണ്ട് ആ സോണറ്റിനകത്ത് ഇന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് 4-3 ക്വാർട്ടറൈൻസിൽ പറഞ്ഞതും ലാസ്റ്റിനകത്ത് ഇങ്ങനെയാണ് കപ്ലെറ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇന്ന സൊല്യൂഷൻ ആണ് ഓഫർ ചെയ്യുന്നതെന്ന് പറയാം. ഗ്രിംസ് ലോ പറയുമ്പം ആ ലോ എഴുതുക, അതിന്റെ എക്സാമ്പിൾസും ആ വേർഡ്സുകളും എടുത്തത് എഴുതുക. മിറാക്കിൾ പ്ലേസും മൊറാലിറ്റി പ്ലേസും എഴുതുമ്പോൾ പ്ലേസിന്റെ ഒറിജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മിറാക്കിൾ എന്ന മൊറാലിറ്റിയും ഉണ്ട്. രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സാമ്പിൾ വെക്കുക. രണ്ടിന്റെ പെർപ്പസുകൾ എന്താണെന്ന് കൃത്യമായി ഡിമാർക്ക് ചെയ്ത് എഴുതുക. നമുക്ക് ഏറ്റവും ഉറപ്പുള്ള 100% കോൺഫിഡന്റ് ആയിട്ടുള്ള 2 എണ്ണം എടുത്ത് എഴുതുക. സമയം കളയരുത്. ഇതിൽ നിങ്ങൾക്ക് 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്ത് യു ക്യാൻ റൈറ്റ്. പിന്നെ ഓക്കെ, സോറി 4 എണ്ണം അല്ല, യു ഹാവ് 6. ഓക്കെ, സോറി. ഇമ്പാക്ട് ഓഫ് ദി സഫ്രജ് മൂവ്മെന്റ് ആൻഡ് ഹാർലം റിനൈസൻസ്. അറിയുന്നത് ഏതാണോ അത് നല്ല വൃത്തിക്ക് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പറും കാര്യങ്ങളും ഇടുമ്പോഴെല്ലാം കെയർഫുൾ ആയിട്ടൊക്കെ ഇടുക. പിന്നെ നമുക്ക് വരുന്നത് essay. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അപ്പൊ നന്നായിട്ട് വായിച്ചു നോക്കുക. ഏതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു 3 and 4.5 പേജോളം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ നിൽക്കുക. ഇപ്പൊ certain critically discuss the relevance of Shakespeare's works in a classroom today. അടുത്തത് compare Indian literary and aesthetic theories with Western literary and aesthetic theories. Next, discuss adaptation as a creative process and the issues of adapting literary work as movie. ഇത് നല്ല ഡിഫിക്കൽട്ട് ഒരു ക്വസ്റ്റൻ ആണ്. ഇറ്റ് മേ സൗണ്ട് വെരി ഈസി ഫോർ റീഡിങ്, പക്ഷെ നല്ല ഡിഫിക്കൽട്ട്, നല്ല ഇൻഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ ഇതൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡിസ്കസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ് ആസ് എ മേജർ ജോൺറെ. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. ക്രിട്ടിക്കലി ഡിസ്കസ് ഇഫ് ജെൻഡർ ഇസ് നാച്ചുറൽ ഓർ കൺസ്ട്രക്ഷൻ ആൻഡ് പെർഫോമൻസ്. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വരുമ്പോൾ വെറുതെ എഴുതി വെക്കാണ്ട് നമുക്ക് തിയറിറ്റീഷ്യൻസിന്റെ വർക്ക്സുകളും അതിലെ കൊട്ടേഷൻസും ആണ്. കാരണം ജെൻഡർ എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ആണെന്ന് പല തിയറിറ്റീഷ്യൻസും പറഞ്ഞിട്ടുണ്ട്. സോ ജെൻഡർ ഇസ് പെർഫോമേറ്റീവ്, അങ്ങനെ ഓരോ ആൾക്കാരുടെയും കോഴ്സുകൾ പറഞ്ഞിട്ട് വേണം ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. വെറുതെ ചുമ്മാ പാരഗ്രാഫ് എഴുതി പോവരുത്. ഓരോ ആൾക്കാർ പറയുന്നത് ജെൻഡർ എങ്ങനെയാണ്, ജെൻഡർ പെർഫോമേറ്റീവ് ആണ്, പെർഫോമൻസ് ആണെന്നൊക്കെയുള്ള കൊട്ടേഷൻസ് സഹിതം ഉണ്ടെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് എഴുതിയാലേ റെലവെന്റ് മാർക്ക് കിട്ടത്തുള്ളൂ. അടുത്തത് ഡിസ്കസ് ഹൗ ഇലക്ട്രസി ഹാസ് റീഡിഫൈൻ ലിറ്ററസി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിജിറ്റൽ ചാനൽ ലിറ്ററേച്ചർ. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ എഴുതുന്ന പോയിന്റ്സിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും വൃത്തിക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ലിറ്റററി തിയറി, മെസറിക് തിയറി നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയം അല്ലെങ്കിൽ ഒരു പാസേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ക്രിട്ടിക്കലി നിങ്ങൾ അനലൈസ് ചെയ്യാം. ക്രിട്ടിക്കലി അനലൈസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പോയത്തിന്റെ എഴുതാം, അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ദ കേസ് ഓഫ് എ പാസേജ്. പോയം എഴുതുന്ന സമയത്ത് വെറുതെ പോയം എഴുതിയാൽ പോരാ. പോയത്തിന് റൈം സ്കീം ഉണ്ടെങ്കിൽ റൈം സ്കീം കണ്ടുപിടിക്കാൻ നോക്കണം. ബ്യൂട്ടി, ഡ്രൈ സ്കൈ, അങ്ങനെയൊക്കെയുള്ള റൈം സ്കീമുകൾ കണ്ടുപിടിക്കാൻ നോക്കണം. ഏതെങ്കിലും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ടോ എന്ന് നോക്കണം. എപ്പോഴും പ്രോസിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് എഴുതുന്ന എപ്പോഴും പോയംസ് ആയിരിക്കും. കാരണം പോയംസിനകത്ത് നമുക്ക് ലിറ്റററി ഡിവൈസസ് ഉണ്ടാകും. നിങ്ങൾ അത്യാവശ്യം ഒരു 10-12 ലിറ്റററി ഡിവൈസസ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് എഴുതി പോരാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഓരോ ഈ പോയംസിന്റെ സ്റ്റാൻസാസ് എടുക്കുമ്പോൾ അതിന്റെ സമ്മറി നിങ്ങൾ ജസ്റ്റ് ഒരു 1 പാരഗ്രാഫ് പറഞ്ഞാൽ മതിയാകും. ബാക്കിയെല്ലാം ലിറ്റററി ഡിവൈസസും അതിന്റെ സ്റ്റൈലും പറയും. അപ്പൊ ഓരോ ലൈൻസും ഇന്ന ആർക്കിയിക് വേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്നടുത്ത് സെൻഷ്യൽ വേർഡ്സ് ഉണ്ട്, ഓണമെറ്റപ്പോയിക് വേർഡ്സുകൾ ഉണ്ട്. അങ്ങനെ എടുക്കുന്ന ഓരോ സൗണ്ട് വേർഡ്സുകൾ എടുക്കാം. അതിങ്ങനെ റെഫർ ചെയ്ത് പറയാം. അല്ലെങ്കിൽ ഇന്നതിനകത്ത് അസോണൻസ് ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്, റൈം സ്കീം ഉണ്ട്, മീറ്റർ ഉണ്ട്, ഇവിടെ വേറെ ഡിക്ഷൻ ആണ്, സ്റ്റൈൽ ഡിഫറെന്റ് ആണ്, പിന്നെ അൺഈവൻ സ്റ്റാൻസ് ആ സ്കീമുകളാണ്. ഇതൊക്കെ നമുക്ക് ഓരോന്ന് വെച്ച് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഏറ്റവും കമ്പാരിറ്റീവ്ലി ഈസിയ പോയംസ് ആണ്. ഈവൻ ദോ പോയംസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പാടാണെങ്കിലും
മാർക്ക് സ്കോർ ചെയ്യാനും നന്നായിട്ട് എഴുതാനും പറ്റും ഇഫ് യു ആർ സെലക്ടിങ് പോയട്രി. കാരണം ലിറ്റററി ഡിവൈസ് ഒരു 10-12 പഠിച്ചു വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും എഴുതാൻ പറ്റും. സോ അത് നോക്കുക. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തിങ് നിങ്ങൾ പഠിച്ച അത്രയും നന്നായിട്ട് റിവൈസ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ കാലിക്കറ്റിന്റെ ആണ് നിങ്ങളിപ്പം പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. നമ്മളിപ്പോ ഒരെണ്ണം വർക്ക്ഔട്ട് ചെയ്തു. അത് കൂടാണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ PGയുടെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ഇഷ്ടം പോലെ ഓപ്ഷണൽസും എലക്ടീവ്സും ഉണ്ടാകട്ടെ, പ്രശ്നമില്ല. അതിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയംസുകൾ കാണും. അത് ഏതൊക്കെയാണ് പോയംസ് എന്ന് എഴുതി വെക്കുക. അത് ആരെഴുതി, അതിനകത്തെ സമ്മറി എന്താണ് എന്ന് വളരെ ഷോർട്ടായിട്ട് ഒരു 5 സെന്റൻസിൽ എഴുതിയാൽ മതിയാകും. കാരണം നിങ്ങളിപ്പോ ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടില്ലേ? അപ്പൊ അത് കണക്ക് ഒരു കമ്പാരിസണും തീമുകളും മാത്രം എഴുതി വെക്കുക. അത് ഡൗൺലോഡ്. ഇപ്പൊ സിമിലർലി നിങ്ങൾ കേരളയുടെ മീൻസ് സീസസിനകത്തും പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അവിടെയും നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് എൻട്രൻസ് എക്സാം എഴുതി കയറുന്നിടത്ത സിലബസും ഡിഫറെന്റ് ആയിരിക്കും, അല്ലാത്തതും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ രണ്ടിടത്തെയും സിലബസ് ഡൗൺലോഡ് ചെയ്യാം. രണ്ടും രണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടാവേ. കാരണം എൻട്രൻസ് എഴുതി കയറുന്നിടത്തുള്ള സിലബസ് വേറെതും മറ്റു യൂണിവേഴ്സിറ്റി വേറേതും ആയിരിക്കും. അപ്പൊ അതും കറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഓരോ വർക്ക്സുകൾ നോക്കി വെക്കാം. പിന്നെ നിങ്ങൾക്ക് വരുന്ന ലിറ്റററി തിയറിക്കകത്ത് വരുന്ന കേസിൽ തിയറീസിനകത്ത് മെയിൻ ആ തിയറി എന്താണ് പറയുന്ന അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുക. അതിനകത്ത് ഓരോ എവല്യൂഷൻ, ഓരോ ഇയർ വൈസ് ടൈം ലാപ്സ് എഴുതുക. അതിനുശേഷം അതിനകത്ത് വരെ തിയറിറ്റീഷ്യൻസിന്റെ പേര് മെൻഷൻ ആക്കുക, അവരുടെ മേജർ വർക്ക്സുകൾ. ഇങ്ങനെ വേണം തിയറീസിന് നോക്കാൻ. ക്രിറ്റിസിസം പഠിക്കുന്ന സമയത്ത് ഓരോ ക്രിട്ടിക്കും എഴുതുക, അവര് പറഞ്ഞ പോയിന്റ്സ് അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സുകൾ നോക്കുക. അത്രയും നോക്കിയാൽ മതിയാവും. അങ്ങനെയാണ് യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദാറ്റ്. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനോ ഡൗട്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ? ബുദ്ധിമുട്ടുകളോ 20 അല്ലെങ്കിൽ marks in the question വരുമ്പോ how much do we have to write? much do we have to for 20 marks? 20 marks are given. 20 മാർക്സിൻ്റെതൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ 500 വേർഡ്സ് നിങ്ങൾക്ക് 1 × 20 ഇതല്ലേ 20 മാർക്സ് 5.5 പേജ് എഴുതുക. ഞാൻ നോർമലി ഇപ്പം ഐ വാസ് റൈറ്റിംഗ് 100 പേജ് എന്ന് പറയുന്നത് 100 വേർഡ്സ് നോർമലി ഒരു പേജ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. കാരണം നിങ്ങളുടെ ലൈൻസ് നമുക്ക് 24 ലൈൻസ് ഒരു പേജിൽ വരുന്നെങ്കിൽ അത് നോർമലി നമ്മൾ 100-120 വേർഡ് കൗണ്ട് ആയിട്ടായിരിക്കും 24 ലൈൻസിന് കൗണ്ട് ചെയ്യുന്നത്. പിന്നെ ആൾക്കാരുടെ ഹാൻഡ് റൈറ്റിംഗ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നോർമലി 500 വേർഡ് എന്ന് പറയുമ്പോൾ മിനിമം നമ്മളൊരു 4.5 പേജ് എങ്കിലും എഴുതിയിരിക്കണം. മിനിമം കൗണ്ട് ദ വേർഡ്സ്. ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്കിപ്പോ 500 വേർഡ്സ് ആണ്, ഞാനത് 5.5 പേജ് എഴുതും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺസ് ആണ്. ഇപ്പൊ നോർമലി നമ്മളൊരു 500 ആകുമ്പോൾ ഒരു 4 to 6 നിൽക്കത്തക്ക രീതിയിൽ എഴുതുക. സൈസ് കൂട്ടി ഹാൻഡ് റൈറ്റിംഗ് വലുതാക്കി എഴുതുക. ഇപ്പൊ സൈസ് കുറവുള്ളവരാണെങ്കിൽ ഇപ്പൊ പേജ് കൗണ്ടും കുറയും. ഇപ്പൊ നോർമലി ഒരു 4 to 6 നിർത്താം. പ്രോപ്പർ പാരഗ്രാഫ് ഡിവിഷൻ ഉണ്ടാവുക. ഞാൻ ഈ പറഞ്ഞത് ഒരു പേജിൽ 24 ലൈൻസ് വരുന്ന പേപ്പറിന്റെ കേസ് ആണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ വാല്യൂ ചെയ്യുന്നിടത്ത് ഇതേ റൂളാണ്, അതുകൊണ്ട് പറയണേ. നെഗറ്റീവ് മാർക്സ് അറ്റംപ്റ്റ് ഐ തിങ്ക് നോ. അത് എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ മതി. നെഗറ്റീവ് ഇതിനകത്തൊന്നും നെഗറ്റീവ് മാർക്സ് വരത്തില്ല. നിങ്ങളുടെ ഈ ഒരു ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ മെൻഷൻ ആക്കിയതാണ്. പക്ഷെ റിട്ടേൺ ഇതിനകത്തൊന്നും ഇല്ല. അത് ഞാൻ കൺഫേം ആക്കിയിട്ട് അത് പറയാം. കേരളത്തിനകത്ത് നെഗറ്റീവ് മാർക്കും ഉണ്ട് കേട്ടോ. ബിക്കോസ് ഐ ഹാവ് റിട്ടേൺ എക്സാം ദാറ്റ്, സോ ഐ നോ ദാറ്റ്. കേരളക്കകത്ത് നെഗറ്റീവ് ഉണ്ട് കേട്ടോ. എഴുതുന്നതിനകത്ത് നന്നായിട്ട് എഴുതുക. കൊട്ടേഷൻസ് മാക്സിമം കോട്ടുകൾ എഴുതുക. കാരണം എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എഴുതി എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. അത് എല്ലാവരെ കൊണ്ടും പറ്റും. അതിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് എഴുതണമെങ്കിൽ വി നീഡ് കൊട്ടേഷൻസ് ഫ്രം ദ ടെക്സ്റ്റ്. അത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം PG എക്സാം നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ചുമ്മാ എസ്സേ കണക്ക് എഴുതാതെ നിങ്ങൾ കൊട്ടേഷൻസുകളായിരിക്കും എഴുതുന്നത്. നിങ്ങളത് PGക്ക് കയറുമ്പോൾ നിങ്ങളത് പഠിക്കും. അപ്പൊ നമ്മൾ കോഴ്സുകൾ വെച്ചിട്ടായിരിക്കും വിൽ ബി സബ്സ്റ്റാൻഷിയേറ്റിംഗ് യുവർ ആൻസർ. സോ നിങ്ങൾ മാക്സിമം കൊട്ടേഷൻസും കാര്യങ്ങളും പഠിക്കാൻ നോക്കുക പറ്റുന്ന അത്രയും. കൊട്ടേഷൻ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ചോദിക്കും. ഇപ്പൊ നിങ്ങൾ ജെൻഡർ എന്നുള്ളതാണെങ്കിൽ നിങ്ങളൊരു 5 ജെൻഡർ ബേസ്ഡ് തിയറട്ടീഷ്യൻസ് എടുക്കുക. അവര് പറഞ്ഞ ഓഫ് കോട്ടഡ് ലൈൻസുകൾ പഠിക്കുക. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ആ വർക്കിന്റെ പേരും ആ ഓഥറിന്റെ പേരും ആ കൊട്ടേഷൻ. നിങ്ങൾ ഓരോ കോൺസെപ്റ്റ് പഠിക്കും. ഇപ്പം ജെൻഡർ എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ആണ്. ജൂഡിത്ത് ബട്ട്ലർ പറഞ്ഞാണ് ജെൻഡർ ഇസ് പെർഫോമേറ്റീവ് എന്ന് പറയും. അപ്പൊ ജൂഡിത്ത് ബട്ട്ലറിന്റെ കോൺസെപ്റ്റ് പറഞ്ഞിട്ട് ഷീ ഹാസ് ടോൾഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ബുക്ക് ഇൻ ദിസ് വേ.
സോ ഐ കോട്ട് എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ എഴുതുക. അങ്ങനെയാണ് നമ്മൾ ആൻസേഴ്സ് ഫ്രെയിം ചെയ്യേണ്ടുള്ളത്. അതെ കണക്ക് സിമിലർലി ഓരോത്തിനകത്തും ഇപ്പം ഷേക്സ്പിയറിന്റെ റെലവൻസ് പറയുമ്പം ഷേക്സ്പിയർ നിങ്ങൾ ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് ഷേക്സ്പിയറിനെ കുറിച്ച് മറ്റു ആൾക്കാർ പറഞ്ഞ കൊട്ടേഷൻസ് വെച്ച് എഴുതുക, അല്ലെങ്കിൽ ഇപ്പം വരുന്ന ഏതെങ്കിലും കോമെന്റ്സ് ഉണ്ടെങ്കിൽ മെൻഷൻ ആക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ നോർമലി ഒരു ആൻസർ എഴുതേണ്ടുള്ളത്. ഡിഗ്രി പഠിച്ച ആ ഒരു പാറ്റേണിൽ ചുമ്മാ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാതെ നമ്മൾ എഴുതുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് റെഫറൻസ് പോലെ നമ്മൾ നോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് പോകണം. നിങ്ങൾ ഇനി PG എഴുതുമ്പോഴും അതിന് പ്രൊജക്റ്റും തീസിസും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഇതിനൊരു ബേസിക് ടൈം ആണിത്. സോ അങ്ങനെയാണ് നമ്മൾ ആൻസേഴ്സ് ഫ്രെയിം ചെയ്യേണ്ടുള്ളത്. വേറെ എന്തെങ്കിലും എനി ഡൗട്ട്സ് ഓർ കൺസേൺസ്? Doubts? Have any doubts? You can ask to me. ഒന്നും നിങ്ങൾക്ക് ചോദിക്കാനോ ഡൗട്ട് അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ we can wind up the session. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. Okay, I think if has any doubt. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Yes, ma'am, you can wind the class. Okay, so thank you everyone. നന്നായിട്ട് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask me. തരുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണമെങ്കിൽ you can ask me. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സ്റ്റഡി വെൽ, പ്രിപ്പയർ വെൽ ഫോർ എക്സാംസ്. ഓക്കെ, ഡു വെൽ, ദ ബെസ്റ്റ് ഫോർ എക്സാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ. Thank you, ma'am. ഓക്കെ, താങ്ക് യു എവരിവൺ.